പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഈശോയെ അറിയണോ? കുഞ്ഞു കഥകളിലൂടെ, കിട്ടുവിൻ്റെ പുതിയ കൂട്ടുകാരനിലൂടെ നമുക്ക് ഈശോയെ അടുത്ത് അറിയാം. ഈശോയുടെ ജീവിതത്തിൻ്റെ പല മേഖലയിലൂടെ നമുക്കിന്ന് കടന്നു പോയാലോ? എന്താണോ കിട്ടുവും ഈ കൂട്ടുകാരനൊക്കെയും പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ വചനങ്ങളെ പല രീതിയിൽ നമുക്കത് മനസ്സിലാക്കാം. ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ പള്ളിയിൽ വരാൻ വേണ്ടി. ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നല്ലത് ചെയ്യാൻ വേണ്ടി, നല്ലത് കാണുവാൻ വേണ്ടി, നല്ലത് ചിന്തിക്കാൻ വേണ്ടി. നമുക്ക് ഒരുമിച്ചൊന്ന് യാത്രയായാലോ? നമുക്ക് ഈശോയെ സ്വീകരിക്കാനും വചനം പഠിക്കുവാനും ഈ ദിവസങ്ങളിൽ നമുക്ക് മുന്നേറാം. സെപ്റ്റംബർ മാസം വരികയാണ്. പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാൾ വരികയാണ്. അതിനുവേണ്ടി ഒരുക്കത്തോടെ വചനം സ്വീകരിച്ചുകൊണ്ട് നമുക്കൊരുങ്ങിയാലോ? ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവവചനം പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നമ്മൾ ഇന്നൊരു പുതിയ വചനം പഠിക്കാൻ പോവുകയാണ്. എൻ്റെ തോളിൽ 2 പേര് ഇരിപ്പുണ്ട്. നിങ്ങൾക്കറിയാം, എൻ്റെ ഇടത്തെ സൈഡിൽ ഇരിക്കുന്ന ആളെ അറിയാമല്ലോ. ഓഹോ, എന്തൊരു മിടുക്കനാ! നിന്നെ മനസ്സിലായി, അവർക്ക് എല്ലാവർക്കും അറിയാം. നീ കിട്ടുമെന്നറിയാം. നീ എന്നെ ചക്കരയല്ലേ? ഉമ്മ. ഗുഡ്. ഐ ലവ് യു ടു. ഓക്കെ, എന്താ കിട്ടു? ഇതാരാണെന്നോ? ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്താം. നീ വെയിറ്റ് ചെയ്യും, ഞാൻ ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം. നീ ഒന്ന് വെയിറ്റ് ചെയ്താലേ എനിക്ക് പരിചയപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതാണ് എൻ്റെ പുതിയ ഒരു കൂട്ടുകാരൻ. എന്താ പറ്റി? നിന്നെ വിട്ട് കളയത്തില്ല. നിന്റെ കൂടെ നിർത്തിക്കൊണ്ട് ഇവനും കൂടെ വചനം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. നീ ഇവനെ വിളിച്ചേ. എടാ പോടാന്ന് വിളിക്കുന്നേ. അങ്ങനെ അങ്ങോട്ട് വിളി. എടാ പോടാന്ന് വിളിക്കാതെ കൂട്ടുകാരെന്ന് വിളിക്ക്. നീ വെയിറ്റ് ചെയ്യ്. മോനെ ഭയങ്കര ക്ഷീണിച്ച് വന്ന് കിടക്കുന്നുണ്ട്. മോനെടാ, പുതിയ കൂട്ടുകാരനാണ്. ഒന്ന് വിളി നോക്കിക്കോ. എന്താ മോനെ, ഒന്ന് എഴുന്നേറ്റേ. ഇതാരത്? മോനെടാ, നിന്റെ പേരൊന്ന് പറഞ്ഞു കൊടുത്തേ. നിന്നെ ഇവരെല്ലാരും ഒന്ന് പരിചയം. എടാ കിട്ടേ, എനിക്കറിയാം. നിന്നെ നന്നായിട്ട് അറിയാം ഇവന്. നിന്റെ പേര് പറഞ്ഞു കൊടുത്തേ. പേര് കിട്ടും. ഇത്രയുള്ളവരെല്ലാവരും ഒന്ന് അറിയട്ടെ. എന്റെ പേര് കിട്ടു. ഇത് ഇവന്റെ പേരല്ലടാ കിട്ടൂന്ന്. നീ ഇതിനെ കിട്ടുന്നൊക്കെ പറയുന്നേ. നിന്റെ പേരൊന്ന് പറഞ്ഞു കൊടുത്തേ. ചുമ്മാ പറയേണ്ട ആവശ്യമില്ല. അതാണ്ട് ഇവരോട് എല്ലാരും ഈ കിട്ടും എല്ലാരും നിൽക്കുമ്പോഴത്തേന് പേരെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞത് ശരിയാന്നല്ലോ. കിട്ടുപോയി. കിട്ടു പറയുന്ന ഒരു കാര്യം നീ കേൾക്കുന്നുണ്ടോ? ഇന്നെ കിടന്ന് ഉറങ്ങുന്നേ. ഓ, അച്ഛൻ വിളിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇവരെ ഒന്ന് പരിചയപ്പെടുത്താൻ. എഴുതേക്കത്തില്ല. ഇനി ഞാൻ പറഞ്ഞാലേ അവൻ എഴുതേക്കത്തുള്ളൂ. മോനെ, ഇവന്റെ പേരറിയാവോ? ഞാൻ ഇപ്പൊ പറയാം, വെയിറ്റ് ചെയ്യ്. എടാ മോനെ, ചാക്കോ ചായോ. ഇവന്റെ പേരാണ് ചാക്കോ. ചാക്കോയെ. എന്താടാ ചാക്കോ എന്ന് പറഞ്ഞ വൃത്തിയിട്ട പേരാണോ? ചാക്കോ കയറ്റി സഞ്ചി ഇറക്കിയെന്ന്. അച്ഛാ, ഈ കിട്ടുന്നതിനെ കളയാക്കുന്നേ. കിട്ടുവേ, എടാ പോടൊന്ന് വിളിക്കരുത് കേട്ടല്ലോ. അവന് വിഷമമായി എൻ്റെ ചാക്കോയുടെ പേര് വെച്ച് നീ കളിയാക്കിയതും അവനെ പോടാ വിളിച്ചതും. മോശമായി. ഇപ്പൊ സോറി പറഞ്ഞേ. വെരി ഗുഡ്. അവനെ നീ എന്താ വിളിക്കണ്ടേ? ഇതെന്ന് പോലെ നിന്റെ കൂട്ടുകാരനാണ്. അപ്പൊ ഇനി മുതൽ നിങ്ങൾ 2 പേരും കൂട്ടുകാരാണ്. ഇങ്ങോട്ട് നോക്കി. ഇനി മുതൽ നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നറിയോ? വചനം പഠിക്കാനും ഈ കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് നമ്മൾ കൂടുതൽ അറിയാൻ വേണ്ടി പോവുകയാണ്. റെഡിയാണോ? നിങ്ങൾക്ക് ബൈബിൾ അറിയാവോ? എനിക്കറിയാം. നിങ്ങൾക്ക് 2 പേർക്ക് അറിയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. 2 പേരും അവിടെ ഇരിക്കുന്നവരാണ്. അങ്ങോട്ട് നോക്കിക്കേ. ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് നമ്മളൊരു പുതിയ വചനം പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഏതെന്നറിയാമോ? കണ്ണാണ് ശരീരത്തിന്റെ ഇളക്കം. ഓ, എന്തൊരു ഉന്മേഷമാടാ. ഓ, നിനക്കറിയാവോ? ശരീരം മുഴുവൻ പ്രകാശിക്കാം. എന്റെ ദൈവമേ, ഈ ബൈബിൾ വാക്ക് ഇവർ നന്നായിട്ട് പറഞ്ഞല്ലോ. ഇവർ 2 പേരും ബൈബിൾ പുലിയാണ്. എത്ര സുവിശേഷങ്ങളാണ് ഉള്ളത്? 4. ആഹാ, എത്ര സുവിശേഷമുണ്ട് കിട്ടു? വെരി ഗുഡ്. കണ്ടോ, ബൈബിൾ നന്നായിട്ട് അറിയാവുന്ന 2 പിള്ളേരാണ് ചാക്കോയും കിട്ടു. കിട്ടുവേ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ബൈബിൾ വാക്ക് ഇവരെ ഒന്ന് പഠിപ്പിക്കട്ടെ. അപ്പോൾ പറഞ്ഞ ബൈബിൾ വാക്യം നിങ്ങളൊന്ന് പഠിച്ചാലോ?
കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. ഇത് ഏത് ബൈബിളിലെ ഏത് അധ്യായത്തിലാണ് പറയുന്നത് പറയാമോ? ഞാൻ അറിയാം അച്ഛാ. അത്തായി. ചേടാ എൻ്റെ അവരോട് പറയട്ടെ. അത്തായി മാത്രമല്ലല്ലോ. മത്തായി മാത്രമല്ല പറയുന്നത്, പിന്നെ ഇവിടെയൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾ കണ്ടുപിടിക്കുക. മത്തായിയുടെ സുവിശേഷത്തിലാണിത് പറയുന്നതാണ് ഇവർ പറയുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കിക്കോണേ. അപ്പോൾ ബൈബിൾ വാക്യം പഠിച്ചിട്ട് നമുക്ക് കാണാം. I love you. I love you, അച്ഛാ. ഓ മതി മതി, എഴുന്നേക്ക്. ടാറ്റാ. ഓക്കെ, ബൈബിൾ വാക്യം പഠിച്ചിട്ട് നമുക്ക് കാണാം. ദൈവത്തിൻ്റെ വചനം അത് ഏത് രീതിയിലും നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, അവരെ തടയണ്ട എന്ന് ഈശോ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഈശോയുടെ അടുക്കിലേക്ക് വരുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ദേവാലയത്തിൽ പോകുവാനും ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കിലേക്ക് വിവിധ രൂപത്തിൽ ഈശോയെ സ്വീകരിക്കുവാൻ നമുക്ക് തയ്യാറായാലും